പാടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കൂട്ടുകാരെ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ്. സുഖമായിട്ടിരിക്കുന്നേ? ഈ ബസ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഹാപ്പി ആയിരുന്നു? ഈ ബസ് തീരുന്നതിൽ നിങ്ങളെയൊക്കെ വിട്ടുപിരിയുന്നതിൽ എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. പക്ഷേ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ പോയ VBSലൊക്കെ ഏറ്റവും എനിക്ക് സന്തോഷം തോന്നിയ VBS ആണ് കൂട്ടുകാരുടെ കൂടെയുള്ള VBS. അത് എനിക്കറിയായിരുന്നു, അതുകൊണ്ടല്ലേ ഞാൻ ഇത്ര സൂപ്പറായിരുന്നു. പാട്ടൊക്കെ ഇഷ്ടപ്പെട്ടോ? ഇംഗ്ലീഷ് പാട്ടൊക്കെ പഠിച്ചോ? ആഷ്കനൊക്കെ പഠിച്ചോ? സാറോ? അതെ, ഇത് നിങ്ങൾ ശ്രദ്ധിച്ചേ. നമ്മുടെ VBS ഇന്ന് തീരുന്നത് കൊണ്ട് ഞാൻ നിങ്ങൾ നല്ല മിടുക്കരായതുകൊണ്ട്, മിടുക്കര കുട്ടികളായതുകൊണ്ട് വാക്യമൊക്കെ പഠിച്ചു, പാട്ടൊക്കെ പാടി, ആക്ഷനൊക്കെ ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം തരാൻ ആഗ്രഹിക്കുന്നത്. സമ്മാനം, അത് തന്നെ സമ്മാനം. സമ്മാനം ഇഷ്ടമാണോ? സമ്മാനം ഇഷ്ടമാണോ? പക്ഷേ സമ്മാനം ഞാൻ ഡയറക്റ്റ് നിങ്ങളുടെ തരുന്നില്ല. ഇത് പലയിടത്ത് ഞാൻ വെച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടെത്തണം. വലിയൊരു നിധിയാണ് ഈ സമ്മാനം, വിലയുള്ളതാണ്, പലയിടത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തിക്കോ. നോക്കട്ടെ, അന്വേഷിക്കാൻ നിങ്ങൾക്ക് അറിയാമോ നോക്കട്ടെ. തപ്പി കണ്ടെത്തതാണോ? അടിയിടാറ് പെതുക്കെ പെതുക്കെ, മെല്ലെ മെല്ലെ, സമാധാനപ്പെടും. അതെ, പൊട്ടിക്കുന്നതിന് മുമ്പേ ഒന്ന് ഇമാജിൻ ചെയ്യാവോ ഇതെന്തായിരിക്കും? സാറ് തന്നതായോണ്ട് സൂപ്പർ സാധനമായിരിക്കും. എന്തായിരിക്കും ഒന്ന് പറഞ്ഞേ. ഒന്ന് കഴിക്കുന്ന ചിന്ത മാത്രം, എപ്പ നോക്കിയാലും കഴിക്കുന്ന ചിന്ത. സാറേ പോടാ അവിടുന്ന്. ഷർട്ട് ഇതിനൊരു ഉണക്കമീന്റെ പണം. എനിക്കറിയാം, നീ അങ്ങനെ ഉണങ്ങിപ്പോയെ. ഉള്ള ഉണക്കമീൻ എല്ലാം തന്നെ ഇങ്ങനെ ആയിപ്പോയി. എടാ, ഉണക്കമീനൊന്നുമല്ല. ഒരു കാര്യം ചെയ്യ്, നോക്ക്. സാറേ എന്തോ വിചാരിച്ചു നിങ്ങള്? ഉണക്കമീന്, ഷർട്ട് വിചാരിച്ചു? സാറേ, ഇന്നു മുതല് ഞാൻ വ്ളോഗ് തുടങ്ങാൻ പോവാ. വ്ളോഗ് തുടങ്ങിയിട്ട് ഇങ്ങനെ സെറ്റാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഞാൻ തന്നിരിക്കുക. നിനക്കെന്ത് കിട്ടി? സാറ് ഞാൻ പറ്റിച്ചടാ. ഞങ്ങളുടെ വീട്ടിലുണ്ടല്ലോ NIV, KJV, NRSV, ബൈബിള്, പിന്നെയും ബൈബിള് കിട്ടി. ഞങ്ങൾ എന്തായാലും പൊളിക്കാൻ പോവാ. സൂപ്പർ സാറേ. സാറേ സെൽഫി. നിന്റെ മുഖത്തൊരു സന്തോഷം ഫീൽ ചെയ്തില്ലോ? അവർക്കൊക്കെ നല്ല സാധനം കൊടുത്തിട്ട് എനിക്ക് എന്റെ വീട്ടിൽ ഇത് ഒത്തിരി ഉണ്ട്. മോനെ, നീ ഒരു കാര്യം ശ്രദ്ധിക്കണം. അവർക്കൊക്കെ നല്ല സാധനം കിട്ടി, നിനക്ക് അതിനേക്കാൾ വിലയുള്ളൊരു സാധനമാണ് കിട്ടിയത്. പക്ഷെ നീ ഇത് ഉപയോഗിക്കേണ്ട രീതിയിൽ ഉപയോഗിച്ചാൽ അവരെക്കാട്ടിൽ കൂടുതൽ സന്തോഷം നിനക്ക് കിട്ടും. ഇതിനകത്ത് ഒരു നിധിയുണ്ട്. നീ അത് ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ നിനക്ക് അവരെക്കാട്ടിൽ കൂടുതൽ സന്തോഷം. കേട്ടോ സാറ്? പോട്ടെ എന്നാ, ടാറ്റാ, ബൈ ബൈ. എന്തോ പറ്റിയടാ? എന്താ പ്രശ്നം? എടാ, കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിട്ടൊക്കെ ഇരിക്കുന്നു. എന്താ വിഷമം? എടാ, പുതിയ ഫോണൊന്നും മേടിക്കാൻ പറ്റുന്നില്ല. പണ്ടത്തെ അന്ന് ആ സാറ് തന്ന ഫോണാ. അതെന്താ പറ്റാ? ക്യാമറക്ക് ക്വാളിറ്റി ഒന്നും ഇല്ല ഇപ്പൊ. സെൽഫി ഒന്നും എടുക്കാൻ പറ്റുന്നില്ലേ? നീ എന്താ ഇത്ര സന്തോഷം? നിനക്കെന്നെ എന്താ പറ്റി? ഇവനെന്തോ പറ്റിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഭയങ്കര സന്തോഷത്തിലോടാണ് പോയല്ലോ. എന്ത് പറ്റി? അതെ, പണയത്തില്ല. മുത്തൂറ്റ അത് പറയത്തില്ല. സന്തോഷമില്ലല്ലോ. ഭയങ്കര സന്തോഷത്തോടാണല്ലോ പോയത്. കിട്ടിയ പൈസ എങ്ങോട്ടൊക്കെ പോയി ചെലവായി തീർന്നു.
എനിക്ക് നിനക്കെന്തൊരു സന്തോഷം? എനിക്ക് അന്ന് ഭയങ്കര ദുഃഖമായിരുന്നു. ആ, എന്നാലുണ്ടല്ലോ എനിക്കിന്ന് ഭയങ്കര സന്തോഷം കിട്ടിയത് എന്റെ ദൈവത്തിന്റെ വചനം എനിക്ക് കിട്ടി. സന്തോഷം എനിക്ക് ഒരുപാട് അതിൽ നിന്ന് ദൈവവചനത്തിൽ നിന്ന്. ബൈബിള് അതെന്റെ ദൈവമാണ്. ദൈവത്തെ പറ്റി അറിയാനുള്ള കാര്യങ്ങളെല്ലാം ബൈബിളുണ്ട്. നിത്യമായ സന്തോഷം കിട്ടും. അതാണ് ഏറ്റവും വലിയ നിധി. സന്തോഷം, ഒരുപാട് സന്തോഷം തരും. നമ്മളെ നന്നായിട്ട് ജീവിക്കാൻ, നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് ബൈബിളിൽ നിന്ന് നമുക്ക് കിട്ടും. അതുകൊണ്ട് ഒരുപാട് സന്തോഷമാണ്. നിങ്ങൾക്കും ആ സന്തോഷം വേണോ?